السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, സൂറത്തു സജ്ജദയിലെ 12, 13, 14 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കേട്ടത്. കഴിഞ്ഞ 2 ആയത്തുകളും കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ കേട്ടവരും പഠിച്ചവരുമാണ്. ഓർമ്മ പുതുക്കുവാൻ വേണ്ടിയാണ് ഇത് ആവർത്തിച്ച് നമ്മൾ ഇന്നും പാരായണം ചെയ്തത്. കാരണം ശേഷം ഇന്ന് നമുക്ക് കേൾക്കാനുള്ള 14-ാമത്തെ ആയത്ത് കഴിഞ്ഞ ആയത്തുകളുമായി കണക്റ്റഡായ വിഷയമാണ്. എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകണം. ഒരാഴ്ചത്തെ ഗ്യാപ്പ് ക്ലാസ്സിന് വന്നതുകൊണ്ട് പറഞ്ഞ വിഷയങ്ങളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവണം. അവിശ്വാസികളായ കുറ്റവാളികളായ ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ റബ്ബിൻ്റെ അടുക്കൽ തലയും താഴ്ത്തിപ്പിടിച്ചുള്ള ആ നിൽപ്പ്, റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെല്ലാം കാണേണ്ടതുപോലെ ഇപ്പം കണ്ടു, കേൾക്കേണ്ടതുപോലെ ഇപ്പം കേട്ടു, അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ബോധ്യമാണ്, ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണം ദുന്യാവിലേക്ക്, ഈ നരകത്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചോളാം, ഞങ്ങൾക്കിപ്പോൾ നല്ല ദൃഢമായ വിശ്വാസം വന്നിരിക്കുന്നു എന്നുള്ള അവരുടെ റബ്ബിൻ്റെ മുമ്പിൽ വെച്ചുള്ള ആ കുറ്റബോധത്തോടെ ഏറ്റുപറയലും അതേപോലെ തന്നെ അവരുടെ വെപ്രാളവും അവരുടെ വിലാപവുമൊക്കെയാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ഇടയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു. എന്തുകൊണ്ട് ഇവർക്കിങ്ങനെ വിലപിക്കേണ്ടി വരുന്നു? എന്തുകൊണ്ട് ഇവർ നരകാഗ്നിയിൽ ഇവർ നിറക്കപ്പെടുന്നു? മനുഷ്യരിലും ജിന്നുവർഗങ്ങളിലുമൊക്കെ ധാരാളം ആളുകൾ നരകത്തിയിൽ വീഴാൻ എന്താ കാരണം? അള്ളാഹു അവരെ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അവരൊക്കെ നരകത്തിൻ്റെ ആൾക്കാർ എന്നിങ്ങനെ അവരുടെ മേൽ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചതുകൊണ്ടായിരുന്നുവോ? അതൊന്നുമല്ല എന്നതായിരുന്നു 13-ാമത്തെ സൂക്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഹിദായത്ത് എന്നുള്ളത് അള്ളാഹു നൽകുന്ന വരദാനമാണ്. അത് റബ്ബ് തന്നെ നൽകണമെന്നും അവനെക്കൊണ്ടല്ലാതെ അത് നൽകാനാവില്ലെന്നും സോദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി മുത്തു മുസ്തഫ പ്രാർത്ഥിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഹിദായത്ത് കിട്ടി. അതേ അവസരത്തിൽ തൻ്റെ മൂത്താപ്പയായ അബൂ താലിബിൻ്റെ പിന്നാലെ നടന്ന് പ്രാർത്ഥനയോടെ ഒരുപാട് തവണ കെഞ്ചി ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, മരണവേളയിൽ പോലും ആ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടും
ഒരിക്കലും ആ മനുഷ്യന് ഹിദായത്ത് കിട്ടിയതുമില്ല. ഇത് വളരെ വ്യക്തമായ ഉദാഹരണമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കരങ്ങൾ ഓരോരുത്തരും നരകാഗ്നിയിൽ വീഴുന്നുവെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയമല്ല കാരണം, ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കതിൽ പങ്കുണ്ട് എന്ന ഏറ്റവും വ്യക്തമായ സത്യമായിരുന്നു ആ കഴിഞ്ഞ ആയത്തിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇനി കേൾക്കുക, ഈ വിലാപം കേൾക്കുമ്പോൾ അള്ളാഹു എന്ത് മറുപടി പറയുന്നു എന്നുള്ളതല്ല കഴിഞ്ഞ ആയത്തിലുണ്ടായത്. അതിൻ്റെ ഇടക്കാണ് ആ വിഷയം വന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. 12-ാമത്തെ ആയത്തിൽ വിലാപമാണ് കേട്ടത്. ഒന്ന് മടക്കിത്തരാമോ, ഞങ്ങൾക്കിപ്പോൾ ദൃഢമായ വിശ്വാസമുണ്ട്. അതിന് മറുപടി പറഞ്ഞിട്ടല്ല അടുത്ത വാചകം വന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ട് ഇനി അതിൻ്റെ മറുപടിയാണ്. അവിടുന്ന് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇനി വരുന്നത്. അതുകൊണ്ടാണ് ഈ 2 ആയത്തും നമ്മുടെ മനസ്സിൽ വേണമെന്നും ഞാൻ ആവർത്തിച്ചത് വീണ്ടും ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആശയം കടന്നു വരണം എന്നുള്ള നിലക്ക്. ഇനി അള്ളാഹു അവരോട് പറയുന്ന വാചകമാണ് ഫദൂഖു. ഫദൂഖു ആകയാൽ അതിനാൽ ദൂഖു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. ദാഖ രുചിച്ചു, ആസ്വദിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ദാഖ രുചിച്ചു. ദാഖ തഅമൽ ഈമാൻ അല്ലെങ്കിൽ ദാഖ ഹലാവത്തൽ ഈമാൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണാൻ. ഈമാൻ്റെ മധുരം ആസ്വദിച്ചു, ഈമാനാകുന്ന യഥാർത്ഥത്തിലുള്ള അതിൻ്റെ രുചി ആസ്വദിച്ചു എന്നൊക്കെ. ദാഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആസ്വദിച്ചു. അതിൻ്റെ മുളാരിഅ് യദൂഖു. അതിൻ്റെ കൽപ്പനാക്രിയയാണ് ദുഖ്. ഇതാണ് കൽപ്പനാക്രിയ, ദുഖ്. നീ ആസ്വദിക്കുക എന്നെങ്ങനെ അറബിയിൽ പറയാ? ദൂഖ് എന്നല്ല. ദാഖ യദൂഖു. അതിൻ്റെ കൽപ്പനാക്രിയ എന്താണ്? ദുഖ്. അതിൻ്റെ കുറേ ആളോട് പറയുമ്പോൾ അതിൻ്റെ ബഹുവചന പ്രയോഗമാണെന്ത്? ദൂഖു. അപ്പോൾ ദുഖൂന്ന് പോകും, പിന്നെന്താകും? ദൂഖു. ആകയാൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. അതിലൊരു ശക്തമായ നിലക്കുള്ള അവർക്ക് വേദന കൂട്ടുന്ന വർത്താനാണ്. നല്ലത് കൊടുത്തിട്ടല്ലല്ലോ ഈ പറയുന്നത്. നല്ലതിലല്ലേ ആസ്വാദനമുള്ളത്. ഇതാരോടാ പറയണത്? ഇത് നരകാഗ്നിയിലേക്ക് വീഴുന്ന ആളുകളോടാ പറയണത്. നരകത്തിയിൽ നിങ്ങൾ ആസ്വദിച്ചോളൂന്ന്. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അയാളെ വീണ്ടും ആ നിലക്കുള്ളൊരു കാര്യം ഒരാളിങ്ങനെ വേദനിച്ചിരിക്കുക, നല്ലോണം ആസ്വദിച്ചോ എന്ന് ഒരാൾ പറയുമ്പോൾ അയാളെ വേദന കൂടുകയോ കുറയോ? കൂടും, സ്വാഭാവികമാണ്. ഫദൂഖു. നിങ്ങൾ കരഞ്ഞിട്ടും വിലപിച്ചിട്ടും ഒന്നും കാര്യമില്ല. ആകയാൽ എന്ന് പറയുന്ന മനസ്സിലാകണമെങ്കിൽ മേലെ പറഞ്ഞ ആയത്ത് മനസ്സിലാകണം. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാകുണ്ടാകണം. ഫദൂഖു. ഇതൊക്കെ കാരണം. ഇതൊക്കെ ആരും നിങ്ങളെ നിർബന്ധിച്ചതൊന്നുമല്ല. നിങ്ങളാരോടും ഖുർആൻ്റെ കൽപ്പനകളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറഞ്ഞു തരാഞ്ഞിട്ട് ഇത് പഠിപ്പിക്കാത്തൊരു കുഴപ്പമോ, നിങ്ങളെ ഭൂമിയിലേക്കാണ് അനാഥമാക്കി വിട്ടിട്ട് പിന്നെ മരിച്ചതിൻ്റെ ശേഷം വന്നിട്ട് നിങ്ങളെ ചോദ്യം ചെയ്യലോ നിങ്ങളെ പേരിൽ എന്തെങ്കിലും കെട്ടിവെക്കലോ ഒന്നുമല്ല നിങ്ങൾ നരകത്തിയിൽ വീഴാൻ കാരണം. ഫദൂഖു. അതിനാൽ നിങ്ങൾ ആസ്വദിച്ചോളൂ. എന്തുകൊണ്ട്? ബിമാ നസീതും. നിങ്ങൾ മറന്നത് കാരണത്താൽ. ബിമാ നസീതും. നസിയ മറന്നു. അതിന് മുളാരി എന്താ? യൻസാ. നസിയ യൻസാ. നസീതും നിങ്ങൾ മറന്നു. നസീതും നിങ്ങൾ മറന്നു. നിങ്ങൾ മറന്നതിൻ്റെ കാരണമായി കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോ, അനുഭവിച്ചോ? എന്താ നിങ്ങൾ മറന്നത്? എന്താ മറന്നത്? ലിഖാ, കണ്ടുമുട്ടും എന്ന കാര്യം. ലിഖാ, കണ്ടുമുട്ടുക. ലിഖാ, കണ്ടുമുട്ടും എന്ന കാര്യം നിങ്ങൾ മറന്നു കളഞ്ഞു. എന്ത് കണ്ടുമുട്ടൽ? യൗമിക്കും ഹാദാ. ഇതാ ഇന്നത്തെ ഈ ദിവസം, നിങ്ങളുടെ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വരും. ഇങ്ങനെ ഒന്ന് മഹ്ശർ വരാനുണ്ട്. അവിടെ റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും.
എന്നൊക്കെയുള്ള ആ ദിവസത്തുള്ള ലിഖാഇനെ നിങ്ങൾ മറന്നു കളഞ്ഞു. അത് കാരണത്താൽ നിങ്ങൾ എന്ത് ചെയ്തോ? ആസ്വദിച്ചോ. അത് കാരണത്താൽ ഇന്നാ നസീനാക്കും, ഇന്നാ തീർച്ചയായും നാം, അല്ലാഹു പറയാണ്, നസീന നാം മറന്നു കളഞ്ഞിരിക്കുന്നു, കും നിങ്ങളെ, നിങ്ങളുടെ കാര്യം ഞാൻ മറന്നു കളഞ്ഞിരിക്കുന്നു. ഒക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. നമ്മുടെ ജീവിത സ്പർശിയായ, വളരെ നെഞ്ചേറ്റേണ്ടുന്ന, ഭയത്തോടുകൂടി എപ്പോഴും ഓർക്കേണ്ടുന്ന, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അള്ളാഹു അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചത് ഇതോതാത്തൊരു രാത്രി കടന്നു പോകരുത്. ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ ഇന്നാ നസീനാക്കും, തീർച്ചയായും നാം നിങ്ങളെ മറന്നു കളഞ്ഞിരിക്കുന്നു. വീണ്ടും പറയാണ്, വദൂഖൂ ആസ്വദിച്ചോളൂ, ആസ്വദിക്കുകയും ചെയ്തോളൂ. അതാ നേരത്തെ പറഞ്ഞ അദൂഖു തന്നെ, അവിടെ ഫ വന്നു, ഇവിടെ വാവ് വന്നു എന്നുള്ളു. അദാബൽ ഖുൽദി, നിത്യമായ ശിക്ഷയെ. അദാബ ശിക്ഷ, അൽ ഖുൽദ് ഇത് തീരൂല. അദാബൽ ഖുൽദി ശാശ്വതത്വത്തിൻ്റെ, ശാശ്വതമായ ശിക്ഷ. അൽ ഖുൽദ്, ഖുൽദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നൊന്നൊന്ന്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കേട്ട് പരിചയമുണ്ട്. ഖാലിദീന ഫീഹ, അല്ലേ? ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. എന്തുകൊണ്ട് നിങ്ങൾ ഈ ശാശ്വതമായ നിത്യം നിലനിൽക്കുന്ന ശിക്ഷ ആസ്വദിക്കണം? നിങ്ങളെ പേരിൽ ഞാൻ ളുൽമ് ചെയ്തതൊന്നുമല്ല, നിങ്ങളെ പേരിൽ ഞാൻ എന്തെങ്കിലും നിങ്ങളറിയാത്തത് കെട്ടിവെച്ചതൊന്നുമല്ല. നിങ്ങൾ ചെയ്യാത്ത കുറ്റം നിങ്ങളുടെ മേൽ എന്തെങ്കിലും നിലക്കൊന്ന് പറഞ്ഞുണ്ടാക്കി നിങ്ങളെ നരകത്തിൽ നിറക്കണം എന്ന് എനിക്ക് ദുശാഠ്യമൊന്നുമില്ല. ബിമാ കുന്തും തഅമലൂൻ, കണ്ടോ, വീണ്ടും പറഞ്ഞു. ആദ്യം പറഞ്ഞതിൻ്റെ മറ്റൊരു വാചകത്തിലൂടെ അതേ കാര്യം വീണ്ടും പറഞ്ഞു. ബിമാ കുന്തും, നിങ്ങളായത് കാരണത്താൽ, അനല്ല നിങ്ങളായി തീർന്നത് കാരണത്താൽ, തഅമലൂന നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, നിങ്ങൾ ചെയ്ത ചെയ്തികൾ, നിങ്ങൾ ചെയ്ത അമലുകൾ കാരണത്താൽ ശാശ്വതമായ നരകശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളിൻ എന്ന് അവരോട് പറയപ്പെടും. സുബ്ഹാനല്ലാഹ്, വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ അത് ഏറെ ഓർക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളും എന്താണ് ഇപ്പോൾ അല്ലാഹു തആല പറഞ്ഞത്? ആകയാൽ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നു കളഞ്ഞതുകൊണ്ട് അതിൻ്റെ ശിക്ഷ നിങ്ങൾ എന്ത് ചെയ്തോളിൻ? ആസ്വദിച്ചു കൊള്ളുവീൻ. നിശ്ചയമായും നിങ്ങളെ നാം എന്ത് ചെയ്തിരിക്കുകയാണ്? വിസ്മരിച്ചിരിക്കുകയാണ്, നിങ്ങളെ ഞാനും മറന്നു കളഞ്ഞിരിക്കുകയാണ് എന്ന്. അപ്പോൾ എന്താണിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, അതേപോലെ തന്നെ മുഫസ്സിരീങ്ങളെല്ലാവരും പറഞ്ഞ ആശയങ്ങളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാനുണ്ട്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞതെന്താണ്? നിങ്ങൾ ആകയാൽ നിങ്ങൾ ദൂഖൂ, ആസ്വദിച്ചു കൊള്ളുവീൻ. അതിൽ തന്നെ ഒരു തൗബീഖ് ഉണ്ട്. അവരെ നിന്ദിക്കുക, അവരെ ഏറ്റവും വേദന ഇരട്ടിയാക്കലൊക്കെ ആ പ്രയോഗത്തിൽ പോലുണ്ട്. കാരണം നരകവാസികളോടുള്ള സംസാരം പോലും ശിക്ഷയാണ്. നരകവാസികൾ അവിടെ കേൾക്കുന്നത് പോലും അവർക്ക് എന്താണ്? ശിക്ഷയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ? സ്വർഗവാസികൾ എന്ത് കേൾക്കുന്നതും അവർക്ക് അവിടെ സുഖമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് എന്ത് പറഞ്ഞത്? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അവരുടെ സമാധാനവും ശാന്തിയും സന്തോഷവും ആനന്ദവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന സംസാരങ്ങളുടെ ലോകമാണ് സ്വർഗമെങ്കിൽ, ഇവിടെ കേണപേക്ഷിച്ചാലും പൊട്ടിക്കരഞ്ഞാലും വിലപിച്ചാലും ആർത്തട്ടഹസിച്ചാലും അവരോടൊന്നും ഒരലിവും തോന്നുന്ന ലോകമല്ല നരകം. വീണ്ടും വീണ്ടും അവർക്ക് കിട്ടുന്ന വാക്കുകൾ പോലും, അവരുടെ നേരെ ഉണ്ടാകുന്ന നോട്ടം പോലും എല്ലാം അവർക്ക് കഠിനമായ എന്തായിട്ടാവും അനുഭവപ്പെടുക? ശിക്ഷയായിട്ടായിരിക്കും. അതാണ് ഇവിടെ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞതെന്ത്? ആ പ്രയോഗത്തിൽ തന്നെ എന്തടങ്ങിയിട്ടുണ്ട്? ഏത് സ്വരം അടങ്ങിയിട്ടുണ്ട്? കണ്ടോ? അലാ സബീലി തഖ്രീഇ
വത്തൗബീഖി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാ തഫ്സീർ കൊടുത്തിടത്ത് പ്രത്യേകം ആ കാര്യം എടുത്തു പറഞ്ഞു. ഏതാണ്ട് എല്ലാ തഫ്സീറുകളിലും ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണെന്നറിയോ, നമ്മൾ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതൊക്കെ തീരുന്നൊരു ലോകമാണ് പരലോകം. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. അതേ അവസരത്തിൽ മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ എതിര് വശത്ത് അവരുടെ ദുഃഖം ഇരട്ടിപ്പിക്കുന്ന നിലക്ക്, അവരുടെ പ്രയാസത്തെ കൂടുതൽ കൂടുതൽ അധികരിപ്പിക്കുന്ന നിലക്ക്, ശത്രു ഇവിടെ വല്ലാതെ അവൻ്റെ ചിരി തോണ്ടുന്ന നിലക്ക് അവനെ വിഷമിപ്പിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇതിനും പരലോകത്തൊരു ശിക്ഷ വരാൻ പോകുന്നുണ്ട്. ഇതിനൊക്കെ തിരിച്ചടി കിട്ടാതെ റബ്ബിൻ്റെ കോടതിയിൽ, അതാ നീതിയുടെ ലോകം എന്ന് പറയുന്നത്. അവിടെ കേവലം നരകത്തിലിട്ട് ശിക്ഷിക്കൽ മാത്രമല്ല, വാക്കുകൊണ്ട് നോവിച്ചവർക്ക്, വാക്കുകൊണ്ട് വേദനിപ്പിച്ചവർക്ക് വാക്കുകളെ കൊണ്ടുള്ള വേദനിപ്പിക്കലും അവരനുഭവിക്കേണ്ടി വരും. നരകത്തിയിലിട്ട് കഴിയുമ്പോൾ അവരോട് സഹതാപത്തിൻ്റെ, വിലാപത്തിൻ്റെ, അട്ടഹാസത്തിൻ്റെ ശബ്ദങ്ങൾ അവരിൽ നിന്ന് ഉയരുമ്പോൾ പോലും പറയുന്നത് എന്താ? ആസ്വദിച്ചടോ, അനുഭവിച്ചടോ എന്നാണ്. അതാണ് അവർക്ക് ഈ വിഷയത്തിൽ എന്തുണ്ട്? അലാ സബീലി തഖ്രീഇ വത്തൗബീഖി എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറവിയാണല്ലോ വിഷയം. നിങ്ങൾ മറന്നു എന്നാണല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ, പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഒന്ന്, നിങ്ങൾ മറന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറവി എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ്? ഒരാൾ മറന്നാൽ അല്ലാഹു ശിക്ഷിക്കൂല എന്നാണ്. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? നിങ്ങൾ മറന്നതുകൊണ്ട് എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെന്ത് മറവിയാണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യ പ്രകൃതി തന്നെ മറവിയാണ്. മറവി മനുഷ്യൻ്റെ പ്രകൃതമാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ നാം പടച്ചു എന്ന് പറയുന്നിടത്ത് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്, അവിടെ അൽ ഇൻസാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആദം അലൈഹിസ്സലാമാണ്. അവിടെ മുതൽക്കാണല്ലോ തുടങ്ങുന്നത്. അപ്പം അൽ ഇൻസാൻ എന്ന പ്രയോഗത്തിൽ പോലും നിസിയാനിൻ്റെ ഒരു ഉദ്ദേശം അതിലുണ്ട് എന്നൊക്കെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. മനുഷ്യ പ്രകൃതമാണെന്ത്? മറവി എന്നുള്ളത്. മറക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. മറവി മനുഷ്യ സഹജമാണ്. എങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹ് ഇതിനെ ശിക്ഷിക്കുന്നു പറയുന്നത്? അതാണ് അതിലെ വ്യത്യസ്ത രീതികൾ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞ് മനുഷ്യ പ്രകൃതിയിൽപ്പെട്ടതാണ് മറവി. അതുകൊണ്ട് തന്നെയാണ് ആ പ്രയോഗത്തിൽ പോലും ആ മറവിയുടെ ഒരു സൂചനയുണ്ട് അൽ ഇൻസാൻ എന്നുള്ളതിൽ എന്ന് ചില ആളുകളൊക്കെ അതിന് തഫ്സീർ പറഞ്ഞിടത്ത് അഭിപ്രായങ്ങളായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൽബ് എന്ന പേരിൽ തന്നെയും കൽബിൻ്റെ ഗുണം, ആ ഒരു സൂചന അതിലുണ്ട്. കൽബിൻ്റെ പ്രത്യേകത എന്താ? കൽബ എന്ന് പറഞ്ഞാൽ മാറിയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പറയുന്നത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അള്ളാഹുവേ, ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നവനെ. അപ്പം ഞാൻ പറയുന്ന ഓരോ പ്രയോഗങ്ങളിൽ പോലും സൂക്ഷ്മമായ നിലക്ക് പരിശോധിച്ച് നോക്കിയാൽ, ഭാഷാർത്ഥത്തിൻ്റെ പ്രകാരം നോക്കിയാൽ പോലും അതിലൊക്കെ ഒരുപാട് വലിയ തത്വങ്ങളുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളതിൽ കൺഫ്യൂഷൻ ആവാത്ത നിലക്ക് ചില കാര്യങ്ങൾ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ തന്നെ ആദിമ മനുഷ്യൻ തന്നെ മറവി സംഭവിച്ചു കഴിഞ്ഞതാണ്. ഫനസിയ എന്ന് ഖുർആൻ പറയുന്നുണ്ട് അല്ലേ? സൂറത്ത് താഹയിലും ഒക്കെ പറയുന്നുണ്ട്. അവിടെ ഫനസിയ, ആദം അലൈഹിസ്സലാം മറന്നുപോയി. അങ്ങനെ ആ നിസിയാൻ പ്രവാചകന്മാരിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യരിൽ ഉണ്ടാകുന്നതാണ് മറവി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ പോലും ചില ഘട്ടങ്ങളിൽ മറവികളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതേത് മറവിയായിരുന്നു എന്ന് നമ്മൾ ശേഷം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഏൽപ്പിച്ച ഒരു ദഅവത്ത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും എന്ത് ചെയ്യൂല? മറക്കൂല. അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞതുമാണ്. സനുഖരിഉക ഫലാ തൻസ, നബിയെ നാം താങ്കൾക്ക് ഓതി കേൾപ്പിച്ചു തരും, ഫലാ തൻസ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യൂല? മറക്കൂല. അപ്പം ആ വിഷയത്തിലല്ല, മറ്റു സ്വാഭാവികമായ ചില കാര്യങ്ങളിൽ മനുഷ്യ സഹജമായ നിലക്കുള്ള
പ്രകൃതിയിൽപ്പെട്ട ചില മറവികൾ അത് നബിമാരിൽ നിന്നും എന്ത് ചെയ്യാം, സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഒരു വസ്വാസം ഉണ്ടാകും, അത് ശരി, അപ്പം നബിമാർക്കും മറവിണ്ടോ? അപ്പോൾ മറവിണ്ടെങ്കിൽ പിന്നെ അള്ളാഹ് ഏൽപ്പിച്ച ചിലതൊക്കെ അവർ മറന്നിട്ടുണ്ടാവില്ലേ? ഇല്ല, അത് നമ്മൾ അടിസ്ഥാന അഖീദയാണ്. അള്ളാഹു പറഞ്ഞതാണ്, അവരത്തരം കാര്യങ്ങളിൽ അവർക്ക് നിസിയാൻ, മറവി ഒരിക്കലും സംഭവിക്കുന്നതല്ല. പിന്നെ മാത്രല്ല, മനുഷ്യർക്ക് ഈ പ്രകൃതി അള്ളാഹു തന്നതിൽ ഒരു വലിയ നിഅമത്തുണ്ട് എന്നാണ് ഇത് വിശദീകരിക്കുന്നിടത്തൊക്കെ പല ഉലമാക്കളും പറയുന്നത്. എന്താ കാരണം എന്നറിയോ? മനുഷ്യനൊരു നിഅമത്താണ് ഈ മറവി. ചില കാര്യങ്ങൾ മനുഷ്യൻ മറന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ നാം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും. പേടി തരും, വിശപ്പ് തരും, ശാരീരികമായ വിഷമങ്ങൾ തരും, രോഗങ്ങളാവാം, ഉറ്റവരുടെ ഉടയവരുടെ വേർപാടുകളും മരണങ്ങളുമാവാം, സാമ്പത്തിക തകർച്ചയാവാം, ഒട്ടേറെ കാരണങ്ങളാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ. എത്ര പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. മനുഷ്യൻ ഈ കഴിഞ്ഞുപോയ പരീക്ഷണങ്ങളൊക്കെ മറക്കാൻ അവന് സാധിക്കുന്നില്ല. എന്നൊന്നും അവൻ്റെ മനസ്സിലിങ്ങനെ അതിങ്ങനെ ബൈഹാർട്ടായി ഒരിക്കലും മായാത്ത നിലക്ക് ഹൃദയത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കഴിയോ? ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ തന്നെ ഒരു 3 ദിവസം കൊണ്ട് ഏകദേശം മനുഷ്യരിൽ മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് നിശ്ചയിച്ചത്? ദുഃഖാചരണം 3 ദിവസം മാത്രം. ആർക്ക്? കുടുംബത്തിലെ സാധാരണക്കാർക്ക്. ഭർത്താവ് മരിച്ചിട്ടുള്ള വിധവയ്ക്ക് മാത്രം 4 മാസവും 10 ദിവസവും. അത് അതിൻ്റെ പ്രത്യേക കാരണങ്ങളാണ്. ഇതിലെന്താ അടങ്ങിയിട്ട്? ഇത് അള്ളാഹു ചെയ്യുന്നൊരു നിഅമത്താണ്. ഇത് അള്ളാഹ് ചെയ്യുന്നൊരു നിഅമത്താണ്. മനുഷ്യൻ ഇവിടെ അങ്ങനെ മരണത്തെ ചിന്തയും കൂടി ആ മരണം അതേ അവസ്ഥ, ആ മരണ വാർത്ത കേട്ടത് നേരത്തും തുടർന്നുണ്ടായ 2-3 ദിവസങ്ങളിലുമൊക്കെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്നൊരു മാനസികമായ അവസ്ഥയിൽ തന്നെ കാലാകാലം നമ്മൾ ജീവിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ആരെങ്കിലും ജോലിക്ക് പോവോ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? ഒന്നും നടക്കൂല. നമ്മെ ഏറ്റവും വിഷമിപ്പിച്ച സാമ്പത്തികമായ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കോടികൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടാകും, ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടാകും. എത്രത്തോളം ആ വേദനകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. എന്നാൽ ഒരളവോളം നമ്മെ അത് അള്ളാഹു പല ഘട്ടങ്ങളിലും എന്ത് ചെയ്യാണ്? മറപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ആ ഒരു കോടിയും ലക്ഷമൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള ദുഃഖം ആ നഷ്ടപ്പെട്ട ഏതാനും സമയങ്ങളിലും ദിവസങ്ങളിലും നിലനിന്ന അതേപോലെ നമ്മുടെ കൽബിലെങ്ങാനും നിലനിന്നിരുന്നുവെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? അപ്പം ഈ പറഞ്ഞ ഏതൊക്കെ പരീക്ഷണങ്ങളുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ ചിലതൊക്കെ മറപ്പിക്കേണ്ടത് അള്ളയാണ് മറപ്പിക്കുകയാണ്. ആ മറവി നമുക്ക് അള്ളാഹു ചെയ്തു തരുന്നത് എന്താണ്? ഒരു നിഅമത്താണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ചില മറവികൾ എന്താണ്? നിഅമത്താണ്, അനുഗ്രഹങ്ങളാണ്. അതില്ലെങ്കിൽ നമുക്ക് അള്ളാഹു ആ റഹ്മത്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിച്ചവരോട് പോലും നമ്മൾ മാപ്പ് കൊടുക്കുന്നില്ലേ? കാരണം മറക്കാനുള്ളൊരു കഴിവ് തരികയാണല്ലോ. അതൊക്കെ മറക്കാനുള്ളൊരു കഴിവ് തരണം. നമ്മെ ഏറ്റവും വേദനിപ്പിച്ച കഠിനമായൊരു ശത്രു, അയാൾ വന്ന് നമ്മളോട് കരഞ്ഞ് മാപ്പിനപേക്ഷിക്കുമ്പോൾ നമ്മളെന്താ എല്ലാം മറക്കുന്നത്? ആ മറവി അള്ളാഹ് തരുന്നതുകൊണ്ടാണ്. കുറേ കാലം കഴിയുമ്പോൾ നമുക്കത് മറക്കാൻ കഴിയുകയാണ്. അത് റബ്ബ് തരുന്നൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നത്. കുറേ കാലമൊന്നും കഴിയണ്ട, 3 ദിവസം പറഞ്ഞു, അതിനും ഒരു അവധി തന്നതാ. ഞാനൊരാളേറ്റ് എന്തെങ്കിലും സംസാരം ഉണ്ടായി, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും വഴക്കുണ്ടായി, തമ്മിൽ തെറ്റിയിട്ട് പിന്നെ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, നിങ്ങൾ 3 ദിവസത്തിലപ്പുറം പിന്നെ മിണ്ടാതിരിക്കരുത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ, ഒരാൾ കാണുമ്പോൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു, അവൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി മൊബൈലിൽ നോക്കുന്നു, ഇപ്പുറത്തു കൂടി പോകുന്നു, ഫോണ് വന്ന പോലെ ഇങ്ങനെ ഫോൺ പിടിച്ച് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഒക്കെ ലക്ഷ്യം എന്താണെന്നറിയോ? അവൻ്റെ മുഖം കാണാതിരിക്കൽ. ഒക്കെ പല കോലത്തിൽ ആളുകൾ ചെയ്യും. അപ്പം അങ്ങനെ ഇവനെ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ദിവസത്തിലപ്പുറം നിങ്ങൾ അങ്ങനെ തെറ്റി നിൽക്കരുത്. 3 ദിവസം ഒരു ചാൻസ് തന്നു, 3 ദിവസം തെറ്റിക്കോളിന്നല്ല, മാക്സിമാണ് പറയുന്നത്. മാക്സിമം 3 ദിവസം അതിലപ്പുറം കൊണ്ട് പോണ്ട. തമ്മിൽ തെറ്റിയ നന്നായിക്കൊള്ളണം.
അല്ലെങ്കിൽ പ്രശ്നമാണ്. എന്താ കാരണം? ഇബിലീസ് പണിയെടുക്കും. സമയം വൈകുന്തോറും ഇബിലീസ് പണിയെടുക്കും. ആരോടെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ തമ്മിൽ തെറ്റിയോ കുറച്ച് ദിവസമൊക്കെ അതിൻ്റെ ഇതുണ്ടാവും. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ വിരലെണ്ണ 5 വിരലുകൊണ്ടും കൂടി ഇല്ല, 3 ദിവസം അള്ളാൻ്റെ റസൂൽ മാക്സിമം പറഞ്ഞു. കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് സലാം പറയാം. അതിനൊക്കെ വല്ലാത്തൊരു കൽബുറപ്പ് വേണം. ആ കൽബിൻ്റെ അകത്തുള്ള ഒരു ഈമാനിന് ഉറപ്പ് വേണം. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ യൽതഖിയാനി, അവർ രണ്ടാളും കണ്ടുമുട്ടിയിട്ട് യുഅരിദു ഹാദാ ഇവൻ ഇങ്ങോട്ട് മാറുന്നു, അവൻ ഇങ്ങോട്ട് മാറുന്നു. അതിൽ ഉത്തമനാര്? വഖൈറുഹുമാ, ആ രണ്ടിൽ ഏറ്റവും ഉത്തമൻ അല്ലദീ യബ്ദഉ ബിസ്സലാം, ആരാണോ ആദ്യം സലാം പറഞ്ഞ് അങ്ങോട്ട് നന്നാകാൻ പോയത് അവനാണ്. സുബ്ഹാനല്ലാഹ്. എന്താ കാരണം എന്നറിയോ? അവനത് മറക്കാൻ മാക്സിമം ഒരു 3 ദിവസം വേണ്ടു. അതിലപ്പുറം കൊണ്ട് നടക്കരുത്. അതിലപ്പുറം കൊണ്ട് നടക്കാൻ പറയാം ആരാണ്? ശൈത്താനാണ്. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഈഗോ പിന്നെ കൂടുക. ആഹാ, ഇതിപ്പോൾ ഏതായാലും ഒരാഴ്ച കഴിഞ്ഞു, ഇനിയൊരു മാസമായി, ഇനിയിപ്പോൾ ഒരു കൊല്ലായി, ഇനിയിപ്പോൾ നന്നാകണമെന്ന് ഇനി എന്ത് വയൽ പറഞ്ഞെടുത്തിട്ടും കാര്യമില്ല. വയലൊക്കെ ശരി തന്നെയാണ്. ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ, ഉംറ സ്വീകരിക്കണമെങ്കിൽ, റമദാനിൽ നമ്മൾ വരികയാണ്, നിങ്ങൾ എല്ലാവരും വിളിച്ചൊക്കെ നന്നായിക്കോട്ടെ, അതൊക്കെ സംഗതി ശരിയാണ്. ശൈത്താനാണ് സമ്മതിക്കൂല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറയണത് എന്താ? ഈ മറവി എന്ന് പറയുന്നത് ചെയ്തത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗൗരവം അങ്ങനെ കുറഞ്ഞു. എല്ലാം പൊറുക്കാനും മറക്കാനും മനുഷ്യന് കഴിയുന്നത് വലിയ ഒരു നിഅമത്താണ്. ഇത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്, ചുരുക്കി പറയുകയാണ്. ഇനി സഹോദരങ്ങളെ, മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന വേറെ ചില മറവികളുണ്ട്. അതെന്താണെന്നറിയാം? നമ്മളറിയാം, മറന്നുപോയി. മനുഷ്യ പ്രകൃതം എന്ന നിലക്ക് മറന്നുപോയി. പക്ഷെ ആ മറവിക്ക് എനിക്ക് ചില കാരണങ്ങൾ ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മറക്കൂലായിരുന്നു. അങ്ങനത്തതിന് ചിലപ്പോൾ അള്ളാഹ് ശിക്ഷിച്ചേക്കും. അതുകൊണ്ടാണ് ആ ദുആ പഠിപ്പിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്കൊക്കെ സുപരിചിതമാണ്. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളൊക്കെ പറയേണ്ട 2 ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ്. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് റബ്ബിനോട് നമ്മൾ പറയുന്നു, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, ഞങ്ങളും മറന്നുപോയെങ്കിൽ. സാധാരണ മറന്ന ശിക്ഷ ഉണ്ടോ? ഇല്ല. പിന്നെ ഇതെന്താ? ഇത് ഏത് മറവിയാ? ഇത് ഈ മറവിയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവനത് ഓർക്കാമായിരുന്നു. എന്നാൽ അവന് വലിയൊരു കടുത്ത ശിക്ഷ അവനില്ല, ഒരു കുറ്റക്കാരനായിട്ട് അവൻ മാറുന്നില്ല. അപ്പൊ അത് ആ നിലക്ക് മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്ന ഒരു നിസിയാനാണ്. സ്വാഭാവികമായിട്ടും അതുപോലും ഇല്ലാതിരിക്കാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ യാത്ര പോകുന്ന ഫത എന്ന് ഖുർആൻ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ, അഥവാ പിന്നെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയ യൂഷഴ് പ്രവാചകൻ, ആ യൂഷഴ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം കൂടെ പോയപ്പോൾ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിരുന്നു. ആര്? മൂസാ അലൈഹി ഇസ്ലാം മത്സ്യത്തെ ഓർമ്മിപ്പിക്കണമെന്ന്. പക്ഷെ ഓർമ്മിപ്പിച്ചില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വമാ അൻസാനിഹു ഇല്ല ശൈത്താനു അന്നദ്കുറഹു, അത് ഓർക്കാതിരിക്കാൻ എനിക്ക് പ്രേരകമായൊരു ശൈത്താനാണെന്ന് പറഞ്ഞാൽ ശൈത്താൻ മറപ്പിച്ചു. സ്വാഭാവികമായിട്ടുള്ള ഇങ്ങനത്തെ മറവികളൊക്കെ ശൈത്താൻ അതിൻ്റെ മുന്നിൽ ഏത് നന്മകൾ നമ്മൾ ചെയ്യാതാക്കാൻ പലതും അവൻ എന്ത് ചെയ്യും? നേരായ രൂപത്തിലാക്കി തീർക്കാതിരിക്കാൻ പലപ്പോഴും ശൈത്താൻ എന്ത് ചെയ്യും? പലതും വേണ്ട രൂപത്തിലാണ്, ഓർമ്മ വരാത്ത നിലക്ക് നമ്മളെ എന്ത് ചെയ്യും? മറപ്പിക്കും. അതൊക്കെ അതിൽപ്പെട്ടതാണ്. അതൊക്കെ വീണ്ടെടുക്കാനുള്ള അവസരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. നാളെയും ഇന്നു രാത്രിയൊക്കെ ഓതൽ, നാളെയൊക്കെ നമുക്ക് ഓതൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ് വദ്കുർ റബ്ബക ഇദാ നസീത. നീ നിന്റെ റബ്ബിനെ മറന്നാൽ നീ അവിടെ വീണ്ടും ഓർത്തോളണം, പെട്ടെന്ന് ഓർത്തോളണം, അതിന് പരിഹാരം ചെയ്തോളണം. എന്തേ? ഇൻഷാ അല്ലാ എന്ന് പറയൽ വലിയൊരു പുണ്യകർമ്മമാണ്. നാളെ ഞാനൊരു കാര്യം ചെയ്യും, ഭാവിയിലൊരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അത് പറയാതെ വിട്ടുപോയ കേസാണ് ഇവിടെ പറയുന്നത്. വിശദീകരിക്കേണ്ടതില്ല, നമ്മൾ പഠിച്ചവരാണ്. അങ്ങനെ ഇൻഷാ അല്ലാ പറയാതെ ആയപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് മറന്നോ? എന്നാൽ പിന്നെ ഓർമ്മ വന്നാൽ പെട്ടെന്ന് അത് എന്ത് ചെയ്തോ? തിരുത്തിക്കോ, വീണ്ടെടുത്തോ എന്നാണ് അതിൻ്റെ ആശയം. അപ്പം ഏതെങ്കിലും ഒരു കാര്യം മറന്നാൽ വേഗം അള്ളാഹനെ ഓർത്ത് വേഗം അതിനെ വീണ്ടെടുക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏതായാലും മറന്നില്ലേ, എന്നാ ഞാൻ പോട്ടെ എന്ന് ചിന്തിക്കരുത്. നമ്മളങ്ങനെയാണ്.
അദ്കാറു സബാഹ് മറന്നു, അദ്കാറുൽ മസാവ് മറന്നില്ലേ? ഞാൻ നേരെ മറിച്ചൊരു മൂമിൻ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. വദ്കുർ റബ്ബക ഇദാ നസീത. അത് ഇൻഷാ അല്ലാഹ് മാത്രമല്ല, ഏതൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ മറന്നുപോയത് വീണ്ടെടുക്കാൻ നമുക്ക് നല്ല ശ്രദ്ധ വേണം. ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പോരായ്മയാണ്. അത് സംഭവിക്കരുത്. ഇപ്പം ഇസ്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നില്ലേ? നിസ്കാരത്തിൽ മറന്നാൽ എന്താ പരിപാടി? സഹവിൻ്റെ സുജൂദ് അല്ലേ? മറവി സ്വാഭാവികമാണ്. നമ്മൾ തെറ്റുകാരനായോ? ഇല്ല. അതിന് പരിഹാരം എന്ത് ചെയ്തു തന്നു? 2 സുജൂദ് ചെയ്തിട്ട് നീ പരിഹാരം തന്നു. മറന്നുപോയ നിസ്കാരങ്ങൾ, ഒരാൾ ഫർദ് നിസ്കാരം മറന്നുപോയി, ഇത് ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. ഇനി ഫർദൊന്നുമല്ല, സുന്നത്താണ് ഒരാൾ മറന്നുപോയതെങ്കിലോ, അപ്പോൾ സുന്നത്തല്ലേ, സാരല്ലേ, ഏതായാലും മറന്നു, ഇനി ഉറക്കത്തിൽപ്പെട്ടു, ഇനി അത് വേണ്ടാന്നാ. നമ്മളങ്ങനെ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മളെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. രാത്രി നിസ്കാരം സ്ഥിരമായി ചെയ്യുന്ന ഒരാൾക്ക് ഒന്നുകിൽ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അയാൾ ആ രാത്രി മറന്നു. നമ്മളൊക്കെ എന്താ ചെയ്യുക? അത് പോട്ടെ, സുന്നത്തല്ലേ. എന്നാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം കേട്ടോളൂ. കാന ഇദാ ഫാതതുഹു സ്വലാത്തു മിനൽ ലൈലി മിൻ വജഇൻ ഔ ഗൈരിഹി സ്വല്ലാ മിനൻ നഹാരി 12 റക്അ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പതിവായിരുന്നു, അവിടുന്ന് എപ്പോഴും മുടങ്ങാതെ എത്ര നിസ്കരിക്കും രാത്രിയിൽ? റമദാനാണെങ്കിലും അല്ലെങ്കിലും എത്ര നിസ്കരിക്കും? അതാദ്യം പഠിച്ചു വെക്കണം. മാക്കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11. 11 അധികം എന്നും 11 വളരെ കൃത്യമാണ്. ചിലപ്പോൾ 13 പോയിട്ടുണ്ട്. അങ്ങനെ എന്തായിരുന്നാലും ആ കാര്യത്തിൽ അവിടുന്ന് കണിശമായിരുന്നു. അതെല്ലാ കാലത്തും. ഏതെങ്കിലും കാരണവശാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ നിസ്കാരം നഷ്ടമായാൽ മിൻ വജഇൻ, രോഗം കൊണ്ട്, അതാ വേദന എന്നായിട്ട് വജഅ. ഔ ഗൈരിഹി, അതല്ലെങ്കിലും ഏതെങ്കിലും മറ്റു കാരണങ്ങളാലോ ഒരു യാത്രയിൽപ്പെട്ടു. ഒരു യാത്രക്കാരൻ നിസ്കരിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഈ യാത്രക്കാർക്ക് സുന്നത്തുസ്കാരമൊന്നുമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എല്ലാ സുന്നത്തുസ്കാരങ്ങളെ കുറിച്ചും അല്ല പറയണത്. അതെല്ലാവരും പഠിച്ചു വെച്ചോളി. യാത്രക്കാർക്ക് സുന്നത്തുസ്കാരമല്ല എന്ന് പറയുമ്പോൾ ആരും രാത്രി നിസ്കാരമൊന്നും അതിൽ പെടുത്തരുത്. അത് ഫർദ് നമസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമുള്ള റവാത്തിബ് സുന്നത്തുകളെ കുറിച്ച് മാത്രമാണ്. അതിൽ തന്നെയും സുബഹിയുടെ സുന്നത്ത് ഒഴിവാണ്. അത് നബി ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നബി ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഒഴിവാക്കാറില്ല. ഇതും ഒഴിവാക്കൂല. ഏത്? ഈ രാത്രി നിസ്കാരം ഉണ്ടല്ലോ, എത്ര നമ്മൾ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ 3, 5, 7 എത്ര ഒരാളുടെ പതിവ് രീതി എന്താണ് എന്നാണ് നോക്കേണ്ടത്. ഒരു റമദാൻ കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടു, ശവ്വാൽ കഴിഞ്ഞു, ദുൽഖഅദ അവസാനിക്കാൻ പോവുകയാണ്, 2 മാസമായി. നമ്മൾക്കിപ്പോൾ ഇതിനോടുള്ളൊരു നിലപാട് എന്താണ് എന്നൊക്കെ ഞാനും ഈ കേൾക്കുന്ന നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ എത്ര നിസ്കരിക്കുന്നുണ്ടോ, അതങ്ങനെ ഒരു പരിപാടി ഉണ്ടോ ഒക്കെ ഓർക്കുന്നത് നല്ലതാണ്. എന്തിന്? വേറെ ആരുടെയും കാര്യങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്താനല്ല, എൻ്റെ കാര്യം ഞാൻ നോക്കാൻ. ആ നിലക്കാണ് പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ഇത് പോയാൽ അതാണ് പൊയ്ക്കോട്ടെ എന്ന് കരുതരുത്. അതാപ്പം ഞാൻ പറഞ്ഞു വരുന്നത്. മുത്തു മുസ്തഫായുടെ ചര്യ എന്താണ്? ഏതെങ്കിലും കാരണവശാൽ അവിടുത്തേക്ക് ഈ നിസ്കാരം ഒഴിവായാൽ സ്വല്ലാമിനൻ നഹാരി 12 റക്അത്തൻ, 12 റക്അത്ത് അവിടുന്ന് വീണ്ടെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ 11 നിസ്കരിക്കുന്ന നബി എന്ത് ചെയ്യും? 12 ആക്കും. അതെന്താ കാരണം? രാത്രി നിസ്കാരം ഒറ്റയായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. പകലിൽ എന്തില്ല, ഒറ്റയാക്കാതെ നബിതങ്ങൾ എന്താ ചെയ്തത്? ഇരട്ടയാക്കി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 1 നിസ്കരിക്കണോ? നിങ്ങൾ 1 2 നിസ്കരിച്ചോ? 1 നിങ്ങളെ പതിവ്? എന്നാൽ 2 ആക്കുക. 3 പതിവ്? എന്നാൽ 4 ആക്കുക. 5 നിസ്കരിച്ചിരുന്ന പതിവ്? 6 ആക്കുക. ഇങ്ങനെ ഇരട്ടയാക്കിയിട്ട് അത് വീണ്ടെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം അങ്ങനെ മറന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. ഇനി നോക്കൂ, നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത്, താബിഈങ്ങളൊക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അധ്യായം തന്നെ കൊടുക്കുന്നത് നമ്മൾ കേൾക്കണം. ബാബു ഫദ്ലി സ്വലാത്തിൽ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന അധ്യായത്തിൽ സഹീഹുൽ ബുഖാരിയിൽ കാണാം, വകാനൽ അസ്വദ് ഇദാ ഫാതതുഹുൽ ജമാഅ ദഹബ ഇലാ മസ്ജിദിൻ ആഖർ. മുൻഗാമികൾ, സഹാബത്ത്, താബിഈങ്ങൾ ഇവരൊക്കെ എന്താ ചെയ്തിരുന്നത്? അവർക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ വേറെ പള്ളിയിലേക്ക് പോകുന്നു.
അപ്പോൾ എല്ലാ പള്ളിയിലും ചിലപ്പോൾ 20 കൊള്ളുന്നില്ല, ചില പള്ളിയിൽ 25 മിനിറ്റോ അരമണിക്കൂറൊക്കെ ഉള്ളിടത്തുണ്ടോ. എന്നാൽ ഒന്നിൽ പോയല്ലോ വിചാരിച്ച് നഷ്ടപ്പെടരുത്. വേഗം അടുത്ത പള്ളി എവിടെയെങ്കിലും ഉണ്ടോ ജമാഅത്ത് കിട്ടാമെന്ന് അവർ ഓടിയിരുന്നു. ഇതന്ന് കാറുണ്ടോ, മോട്ടോർ ബൈക്ക് ഉണ്ടോ? ഒന്നുമില്ല. മുൻഗാമികളുടെ ചര്യകൾ നമ്മൾ പഠിച്ചു വെക്കണം. അതിനാ പറയണത്. നമുക്കിന്ന് അവരെക്കാണൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് അൽഹംദുലില്ലാ. പക്ഷേ അവരുടെ ആത്മാർത്ഥത നമുക്കില്ലാതെയും പോകുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി തഹയ്യത്ത് മറന്നിരുന്നാൽ എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഒരാൾ പള്ളിയിൽ കയറിയ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ, അയാളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. ആർക്കെങ്കിലും ഉറക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഒന്ന് ഇരുന്നാൽ ശരിയാവും. ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 കൈയും കൂട്ടി കണ്ണൊക്കെ ഒന്ന് തിരുമ്മിയാൽ സുഖമാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ തഹയ്യത്ത് ഒരാൾ മറന്നാൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, നിങ്ങൾ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നമുക്ക് ഇളവ് തന്നില്ലേ? ഒരാൾ മറന്നോ, എന്നാൽ എഴുന്നേറ്റ് നിസ്കരിക്കാനാണ് പറഞ്ഞത്. മറന്ന് ഏതായാലും ഇരുന്നില്ലേ, മറന്നിരുന്നു പോയി, സമയമുണ്ടോ, എഴുന്നേറ്റ് നിസ്കരിച്ചോ. ഏതൊക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഇനി അപ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇസ്ലാമിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രയോ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകാം, മറന്നുപോയിട്ടുണ്ടാകാം, വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം. അതിനൊക്കെയും വീണ്ടെടുക്കാനുള്ള പരിഹാര മാർഗങ്ങൾ അല്ലാഹു ഖളായിലൂടെ തന്നിട്ടുണ്ട്. വീണ്ടും മടക്കി നിസ്കരിക്കാനും മടക്കി ആ പ്രവർത്തനം ചെയ്യാനുമുള്ള അവസരം തന്നിട്ടുണ്ട്. ചെയ്തതായാലും തെറ്റായാലും ഇനി മടക്കാങ്ങൾക്ക് അവസരമില്ലാന്നെങ്ങാനും അള്ളാഹ് പറഞ്ഞിരുന്നുവെങ്കിലോ, നിസ്കരിച്ച് നമ്മൾ ബാത്തിലായി നോട്ടാ, ഇനി എന്താ വഴി? ഇനി ശ്രദ്ധിക്കായിട്ടല്ലേ, ഇനി നിവൃത്തിയൊന്നുമില്ല, എനക്ക് നരകം തന്നെ എന്നല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റബ്ബിൻ്റെ ഒരു കാരുണ്യം നോക്കി നിങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന നിയമത്ത് മടക്കി നിസ്കരിച്ചോളാനാ പറയണേ. ഇനി ഏതെങ്കിലും ഒരു പാളിച്ച പറ്റി എന്നാൽ അതിന് അള്ളാഹു താല ചില കാര്യങ്ങൾക്കൊക്കെ എന്ത് പറഞ്ഞു? ഫിദിയ കൊടുത്തോളീന്ന്. ഫിദിയ കൊടുക്കാൻ പറഞ്ഞു. ഹജ്ജിൻ്റെ ഉംറയുടെ കർമ്മങ്ങളിൽ, അതുപോലെ തന്നെ സക്കാത്തിൻ്റെ കാര്യങ്ങളിൽ, ഏത് കാര്യങ്ങളിൽ ഏത് ഇബാദത്തുകളിലും ഉണ്ടല്ലോ എന്ത്? ഫിദിയ. കഫാറത്ത് കൊടുക്കാൻ പറഞ്ഞു, പ്രായശ്ചിത്തം കൊടുക്കാൻ പറഞ്ഞു. കുറേ കാര്യങ്ങൾക്ക് അല്ലാഹു തആല വന്നുപോയ അതിലുള്ള അപാകതകളും പോരായ്മകൾക്കൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തന്നു? കഫാറത്തുകൾ നിശ്ചയിച്ചു തന്നു. ഇനി സുന്നത്തുകൾ ജീവിതത്തിൽ ധാരാളം അധികരിപ്പിക്കാൻ. ഒരാൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ബിസ്മില്ല എല്ലാം മറന്നു. നല്ല വിശപ്പുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയല്ലോ, കുറച്ചൊക്കെ കഴിഞ്ഞ് വയറ് ഹാഫായിട്ടാണ് ചിലപ്പോൾ ഓർമ്മ വരിക. മാനുഷികമാണ്, പ്രകൃതി സഹജമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അത്തരക്കാർ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇടയ്ക്കാണോ ഓർമ്മ വന്നത്? തുടക്കത്തിൽ ഓർമ്മ വന്നില്ലേ? എന്നാൽ ഏതായാലും തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇനി അത് വേണ്ടെന്നാ പറഞ്ഞ് വീണ്ടെടുക്കാനാ പറയണത്. ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു. കണ്ടോ, വീണ്ടെടുക്കാനുള്ള അവസരം തരികയാണ്. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ ഓർത്ത് വെക്കണം. അതൊന്നും നിങ്ങൾ മറക്കരുത്. ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇനി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാൻ വിശ്വാസികൾക്ക് പോലും കാരണമായി മാറുന്നത് എന്താണെന്നറിയോ? നമ്മൾ മറക്കാൻ പിന്നെ ചെയ്യാലോ എന്നുള്ള നീട്ടിവെക്കലാണ്. അവിടെയും നമ്മളെടുത്ത് അബദ്ധം വരുന്നുണ്ട്. ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവസരം കിട്ടുമ്പോൾ ചെയ്യാതെ പിന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ച് നീട്ടിവെച്ചാൽ ആ കർമ്മം നമുക്ക് നഷ്ടപ്പെടും. നമ്മളെക്കാണ് വലിയൊരുക്കത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അപ്പം നമ്മളിൽ സംഭവിക്കുന്നില്ല സംശയമൊന്നുമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സംഭവം തന്നെ എന്താണ്? വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫൂ എന്ന് പറയുന്നില്ലേ? 3 സഹാബിമാരുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് സ്പെഷ്യലായിട്ട് ഇറക്കിയില്ലേ? ഏതാ യുദ്ധം? തബൂക്ക് യുദ്ധം. തബൂക്ക് യുദ്ധത്തിന് കുറേ ആൾക്കാർ കഠിനമായ ചൂടും പല കാരണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഒരു ഒഴിവായില്ല, വീട്ടിലാളില്ല എന്നൊക്കെ പറഞ്ഞു, പലതും പറഞ്ഞിട്ട് നല്ല കാര്യത്തിലേക്ക് അവർ പുറപ്പെട്ടു പോയില്ല. എന്നാൽ ശുദ്ധഗതിക്കാരായ സഹാബിമാരായ 3 ആളയിൽ കുടുങ്ങിയത് കാപ്പട്യം കൊണ്ടൊന്നുമല്ല. അവർ വിചാരിച്ചത് എന്താണ്? ഞങ്ങളടുത്ത് നല്ല ഹൈ സ്പീഡ് കുതിരണ്ട്, മറ്റുള്ളവരൊക്കെ പോയാലും ഞങ്ങൾക്ക് കുറച്ച് വൈകിയാട് പുറപ്പെടാലോ, ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കിയത്. ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരാരും പോവില്ലാച്ചിട്ടല്ല. ഈ 3 സഹാബിമാർ ഏറ്റവും ത്യാഗം നിറഞ്ഞ തബൂക്കിലേക്ക് പുറപ്പെടാൻ വൈകിയത് എന്തും കൊണ്ടാ? ഹൃദയത്തിൽ കാപ്പട്ടി ഉണ്ടായിട്ടാ? അല്ല. അവർ വിചാരിച്ചു നല്ല ഉദ്ദേശമുള്ളൂ, നമ്മുടെ അടുത്ത് ഹൈ സ്പീഡ് നല്ല കുതിരണ്ട്, നല്ല എണ്ണം പറഞ്ഞ മേത്തരം കുതിരണ്ട്.
മറ്റുള്ളവരോരുത്തർ സാധാ കുതിരയൊക്കെ ചിലപ്പോൾ ഒന്നുമില്ല, കുറേ ആൾക്കാരൊക്കെ നടന്നിട്ടൊക്കെയാണ്. അള്ളാൻ്റെ തൗഫീഖോടുകൂടെ നമുക്ക് അള്ളാഹ് നിഅമത്ത് തന്നിട്ടുണ്ട്, നല്ല സ്പീഡുള്ള വാഹനമുണ്ട്, പോകാലോ എത്താലോ എന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ ആ നീട്ടിവെക്കൽ ശൈത്താൻ ഇടപെട്ടു. പിന്നെ അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അവരുടെ വിഷയത്തിലുണ്ടായ കുതൂഹലം എത്രയാണ്! പരിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തോടെയാണ് അവരുടെ കാര്യം പറഞ്ഞത്. 40 ദിവസം അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരും ഈ 3 സഹാബിമാരോടും നിസ്സഹകരണം പ്രഖ്യാപിച്ചു, മിണ്ടിയിരുന്നില്ല. മദീനയിൽ അവർ ഒറ്റപ്പെട്ടു എന്നാ പറഞ്ഞത്. മദീനയിൽ അവർ ഒറ്റപ്പെട്ടു. ആൾക്കൂട്ടത്തിൽ ജീവിച്ചിരുന്നിട്ട് പോലും അവർക്ക് മദീന സ്ഥലം തികഞ്ഞില്ല. മദീന ഇടുക്കം തോന്നുകയാണ്. അത്രയും അവരുടെ മനസ്സാണ് വിഷമിച്ചു. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, ഒരു നാട്ടിലുള്ള ഒരാൾ നമ്മളോട് മിണ്ടൂല, സലാം പറയൂല. നേരത്തെ പറഞ്ഞില്ല 3 ദിവസത്തിലപ്പുറം പാടില്ല, അതിന്ന് ഒഴിവാത്. അത് പറഞ്ഞ എല്ലാ പണ്ഡിതന്മാരും ഈ സംഭവം പറഞ്ഞു. കണക്റ്റഡായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിസ്സഹകരണം പ്രഖ്യാപിച്ചു. 40 ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് അവരിരുന്ന് കരഞ്ഞ് തൗബ ചെയ്ത് അവരുടെ തൗബ കൊണ്ട് മദീനക്കാരെ മുഴുവനും തൗബ സ്വീകരിക്കാൻ മാത്രം വലിയ രൂപത്തിലുള്ള തൗബ ചെയ്ത് അവരുടെ വിഷയത്തിൽ അല്ലാഹു തആല ആയത്തിറക്കിയതാ, അവരുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. നോക്കണം, ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? മുഅ്മിനീങ്ങളായ നല്ല ഉറച്ച വിശ്വാസികൾ പോലും പിന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ച് നീട്ടിവെച്ചാൽ മരണത്തിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ കഴിയാതെ മരിച്ചു പോകും. ഹജ്ജിന്റെ കാര്യത്തിൽ അത് വരുന്നില്ലേ? ഹജ്ജിന്റെ സമയമല്ലേ? ഉംറയുടെ കാര്യത്തിൽ വരുന്നില്ലേ? ഹജ്ജും ഉംറയും ഒരു ജീവിതത്തിൽ നിർബന്ധമല്ലേ? നിർബന്ധ സക്കാത്ത് ആവാലോ എന്ന് കരുതി നീട്ടിവെക്കുന്നില്ലേ? നിസ്കാരം പോകാലോ എന്ന് കരുതി നീട്ടിവെക്കുന്നില്ലേ? ജമാഅത്തും നഷ്ടപ്പെട്ട് വഖത്തിൽ നിന്ന് പോലുമാണ് മറന്നു പോകണില്ലേ? സുന്നത്ത് നിസ്കാരം ആവാലോ, മുമ്പുള്ള സുന്നത്തുകൾ നിസ്കരിച്ചോ, ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചോ, ആവാലോ. അദ്കാറു സബാഹ് ഫസ്റ്റ് ചാൻസിൽ ചെയ്തില്ല, പിന്നെ ആവാലോ നീട്ടിവെച്ചു, അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അദ്കാറുൽ മസാഹ് നീട്ടിവെച്ചു, ചെയ്തില്ല. രാത്രികളിൽ ചൊല്ലേണ്ട ദിക്റുകൾ, ഓരോ സമയത്തും ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, പല കാര്യങ്ങൾ, അവരുടെ മക്കൾക്ക് സമയമാകുമ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കൽ, പല ന്യായങ്ങളും പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചില്ല. ഏതൊക്കെ ഞാൻ പറഞ്ഞതും അല്ലാത്തതുമായ അതിൻ്റെ പട്ടികകൾ നീണ്ടു പോവുകയാണ് സഹോദരങ്ങളെ. ഈ നീട്ടിവെക്കലുണ്ടല്ലോ, പിന്നെ ആവാ അതും കൂടിയാണ് കഴിയട്ടെ, ഇതും കൂടിയാണ് ശരിയാവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ചാൽ തൗഫീഖാണ് നഷ്ടപ്പെടും. അത് ഏറ്റവും വലിയ ഗുരുതരമായി നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശമാണ് ഈ 3 സഹാബിമാരുടെ വിഷയത്തിൽ സംഭവിച്ചത്. അവർ ആരായിരുന്നില്ല? നമ്മളെപ്പോലെ ഈമാൻ കുറവുള്ളവരൊന്നും ആയിരുന്നില്ല. റളിയല്ലാഹു അൻഹും അല്ലാഹു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാന്മാർക്ക് സംഭവിച്ച കഥയാണ് ഈ പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് സംഭവിക്കും? അതുകൊണ്ട് മറന്നാണ് പോകും. എന്താ കാരണം എന്നറിയോ? നീട്ടിവെക്കരുത്, സമയമായ ഉടനെ ചെയ്തോളാം. അത് അങ്ങനെയാണ്. ഏത് സൽക്കർമ്മത്തിന് ചാൻസ് കിട്ടിയോ ഉടനെ ചെയ്തോളാം. പിന്നെ കയാതെ പിന്നെ കണ്ടാവലാണ്. അത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപാർഹമായിട്ടുള്ള മറവിയാണല്ലോ ഇപ്പോൾ ഇവിടെ പറയുന്നത്. മാത്രമല്ല, പല നല്ല കാര്യങ്ങളിൽ നിന്നും നമ്മെ മറപ്പിക്കുന്നത് ശൈത്താനാണ്. നേരത്തെ പറഞ്ഞല്ലോ, വമാ അൻസാനിഹു ഇല്ല ശൈത്താനു അൻ അദ്കുറ, ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ശൈത്താൻ എന്ന് പറയുന്നത് ശൈത്താൻ മനസ്സിൽ തോന്നിപ്പിക്കലുമാവാം, ചീത്ത കൂട്ടുകാരുമാവാം, ചീത്ത ആളുകളുമാവാം. ശയാത്തീനുൽ ജിന്നിലൂടെ മാത്രമല്ല നമ്മെ മറവികൾ ഉണ്ടാക്കി തീർക്കുക, ശയാത്തീനുൽ ഇൻസിലൂടെ കൂടി അത് നടക്കും. മനുഷ്യരിലെ പിശാചുക്കൾ കാരണമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? മറന്നു കളയും. ശ്രദ്ധിക്കുക, നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നിനക്കൊരിക്കലും ജീവിതത്തിൽ ചീത്ത കൂട്ടുകാരുണ്ടാവരുത്, ചീത്ത കൂട്ടുകെട്ടുണ്ടാവരുത്. അപ്പം നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ ആ ഫ്രണ്ട് കള്ളുടിക്കണോനല്ല, വ്യഭിചരിക്കണോനല്ല, മോശപ്പെട്ട ആളല്ല, അങ്ങനത്തെ പ്രവൃത്തിയൊന്നുമല്ല. അതാണെങ്കിൽ പരമാപകടം. അങ്ങനത്തെ ആളാണെങ്കിൽ പരമാപകടം. എന്ത് ആ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊന്നുമില്ല, ഒരു ഫായിദയില്ലാത്തൊരു കൂട്ടുകാരനെ നോട്ടിക്കോ, അവൻ കള്ളുടിക്കൂല, വിചരിക്കൂല, അങ്ങനത്തെ പണിയൊന്നുമില്ല. പക്ഷെ ഓൻ്റെ കൂടെ കൂടിയാൽ നീ നന്മയിൽ നിന്ന് വിട്ടുപോകും. ഒരു ഫായിദല്ലാത്ത കൂട്ടുകാരനും നമുക്ക് പറ്റൂല.
ഒരു ഫായിദല്ലാത്ത കൂട്ടുകാരൻ. ഉലമാക്കൾ പണ്ഡിതന്മാരോട് വ്യക്തമായിട്ട് ആ കാര്യം എടുത്തു പറഞ്ഞു. വെറും ചീത്ത കൂട്ടുകാരി എന്ന് മാത്രമല്ല, ചീത്ത കൂട്ടുകാരുടെ ഫലം ചെയ്യുമാര് ഒരു ഫായിദയില്ലാത്ത ചങ്ങാതിമാരും. അവൻ്റെ അടുത്തുനിന്ന് ഒരു നന്മ നമുക്ക് പഠിക്കാനല്ല. മാത്രല്ല അവൻ പല കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെടുത്തിയിട്ട് അവൻ ഉപദേശിച്ചിട്ടൊന്നുമല്ല ഞാൻ തെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പിന്നെ അള്ളാഹിനെ പറ്റി ഓർപ്പ ദിക്കറുകൾ, ഖുർആനോത്ത്, സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്കറ്, ഉറങ്ങുമ്പോഴുള്ള ദിക്കറ് ഒക്കെ നമ്മളാണ് മറക്കും. അത് മറക്കൽ എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ കൽബിൽ ശൈത്താനിന് കൂടുതൽ ഇടം കിട്ടും. കാരണം നമ്മൾ ദിക്കറ് മറക്കണം. അങ്ങനെയുള്ളവരും വേണ്ട. എത്രത്തോളം കുറച്ചുകൂടി പറയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നരുത്. പെണ്ണുങ്ങൾക്കും ദേഷ്യം തോന്നരുത്, ആണുങ്ങൾക്കും ദേഷ്യം തോന്നരുത്. അല്ലാഹു തആല പറയുന്ന വാചകാണ്, റബ്ബാണ് നമ്മെ പടച്ചവൻ. ശരിക്ക് ശ്രദ്ധിച്ചോളിൻ. സൂറത്തു തഗാബുനിലെ 14-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളോടാട്ടോ, തെമ്മാടിയോളല്ല, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലുണ്ട്, വഔലാദികും, നിങ്ങളുടെ മക്കളിലുമുണ്ട്, അദുവ്വൻ ലക്കും, നിങ്ങൾക്കുള്ള ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ശത്രുവുണ്ട്. ഫഹ്ദറൂഹും, നിങ്ങളവരെ മനസ്സിലാക്കി വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണേ. സൂറത്തു തഗാബുൻ 14-ാമത്തെ ആയത്ത്. അതെങ്ങനെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത തഫ്സീർ കേട്ടോളി. ഏത് സന്ദർഭത്തിലാണ് അത് ഇറങ്ങുന്നത്? ആ സന്ദർഭം പറയുമ്പോൾ നമുക്ക് കാര്യം പെട്ടെന്നാണ് മനസ്സിലാവും. ഏത് സന്ദർഭത്തിലാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹൗലായി റിജാലുൻ, ഇത് ചില സഹാബിമാരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ആ സഹാബിമാര് അസ്ലമൂ മിൻ അഹ്ലി മക്ക, മക്കക്കാരായ കുറെ പുരുഷന്മാർ എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു. വഅറാദു അൻ യഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക്, മദീനയിലേക്ക് ഹിജറ പോരാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ചു. ഫഅബാ അസ്വാജുഹും വഔലാദുഹും അൻ യദഊഹും, അവരെ ഭാര്യമാരും അവരുടെ കുട്ടികളൊക്കെ പറഞ്ഞു, എന്ത്? ഞങ്ങളെ വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞു. ഞങ്ങളെ വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞു. എന്നാ അവർ മുസ്ലിം ആയിക്കണോ? ഇല്ല. ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞു. ഇവർക്ക് മദീനത്ത് വരാനോ ഇൽമു പഠിക്കാനും കാര്യങ്ങൾ സ്വീകരിക്കാനൊന്നും പറ്റിയില്ല. ഇതിപ്പോൾ എന്താ? ഇതിപ്പോൾ അവര് എന്ത് ചെയ്യാണ്? അവരാ നന്മയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവൂല. അപ്പം ആ നിലക്കുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മെ അവർ പിറകോട്ടടിക്കും. ഇസ്ലാമികമായൊരു ജീവിത രീതി ഒരു ഭർത്താവ് സ്വീകരിക്കുമ്പോൾ ഭാര്യക്കും മക്കൾക്കും ഇഷ്ടമല്ല. ഭാര്യയും മക്കളും അതിനെങ്ങനെ എതിര് പറഞ്ഞ് ഈ മനുഷ്യനെ വിഷമിപ്പിക്കും. നേരെ മറിച്ചും ഉണ്ടാവും. ഒരു ഭാര്യ ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി എ മുതൽ സെഡ് വരെ വേഷത്തിലും നടപ്പിലും ഇരിപ്പിലും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഭർത്താവ് സമ്മതിക്കൂല, മക്കൾ സമ്മതിക്കൂല. അവർ പരിഹസിക്കും, ഷൗട്ട് ചെയ്യും, വീട് നരകപ്പറമ്പാക്കും. ആ പെണ്ണിന് ഉറങ്ങാൻ കഴിയില്ല. ഒരു മക്കള് നല്ല നിലക്ക് ജീവിക്കാൻ വിചാരിക്കുകയാണ്, ഇസ്ലാമികമായി ജീവിക്കാൻ വിചാരിക്കുകയാണ്. പാപ്പ സമ്മതിക്കൂല, ഉമ്മ സമ്മതിക്കൂല. മാതാപിതാക്കൾ ഷൗട്ട് ചെയ്യാണ്, മാതാപിതാക്കൾ ടെൻഷനാക്കുകയാണ്. എന്താണ് ആ മക്കൾ ചെയ്യുക? എന്ത് ചെയ്യണം? അതാ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന്, നിങ്ങളുടെ മക്കളിൽ നിന്ന് തന്നെ ആരുണ്ട്? ശത്രുക്കളുണ്ട്. സൂക്ഷിച്ചോളണം. അപ്പം അവിടെ എന്ത് ചെയ്യണം? അവിടെ തൻ്റെ കടമകളൊക്കെ കൃത്യമായി നിർവഹിക്കണം. ഒരാൾ ജോലിക്ക് പോവുകയാണ്, ജോലിക്ക് പോണ ഒരാളോട് ഭാര്യ പറയണം നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? കാരണം അയാൾക്ക് ഇത് കടമയല്ലേ. തൻ്റെ ഭാര്യയെയും മക്കളെയും നോക്കലും അതിനുവേണ്ടി രാവും പകലുമില്ലാതെ അധ്വാനിച്ച് ഡ്യൂട്ടി ചെയ്യല്, തൻ്റെ ഭാര്യയുടെ കാര്യം, തൻ്റെ മക്കളുടെ കാര്യം, അവരെ നല്ല നിലക്ക് വളർത്തൽ, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കൽ, ഇതൊക്കെ ഒരു ഭർത്താവിൻ്റെ കടമയല്ലേ, ഒരു രക്ഷിതാവിൻ്റെ കടമയല്ലേ. അതിനുവേണ്ടി അയാൾ പുറത്തു പോയല്ലേ തീരൂ. ആ പോക്ക് അയാൾക്ക് നഷ്ടമാണോ? അതാ നമ്മളെ കുഴപ്പം. ഈ പോക്ക് നമുക്ക് നഷ്ടമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിക്കിരുന്ന് ഖുർആൻ ഓതാൻ നേരല്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതൽ മാത്രമാണ് പുണ്യം. ജോലിക്കൊന്നും പോകാതെ ഞാൻ അങ്ങനെ ഖുർആൻ ഓതി നിസ്കരിച്ചിങ്ങനെ പള്ളിയിൽ തന്നെ അങ്ങനെ എഴുത്തിക്കാഫിരിക്കുകയാണ്. അതാ പുണ്യം? അതിൽ പുണ്യമുണ്ടോ? അവൻ ചെയ്യുന്നൊരു തെറ്റോ ശരിയോ?
തെറ്റാണോ ചെയ്യുന്നത്? അള്ളാഹിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്വതക്ക എന്താണ്? നിങ്ങളെ ഭാര്യൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണമാണ്. നിങ്ങളെ മക്കൾക്ക് കൊടുക്കുന്ന, നിങ്ങൾ അവരെ ഇസ്ലാമികമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന വിധത്തിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരാളുടെ മുമ്പിൽ അവരെ യാചകരാക്കി മാറ്റാതെ നിങ്ങളുമ്മാനെയും ബാപ്പനെയും നിങ്ങളെ ഭാര്യനെയും നിങ്ങളുടെ കുട്ടികളെയും പോറ്റാൻ വേണ്ടി നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ, സതുദ്ദേശത്തോടു കൂടെയാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് സമാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും പഠിച്ചു വെച്ചോളി. ഡ്യൂട്ടിക്ക് പോകണവരൊക്കെ നമുക്കൊരു ധാരണ ഉണ്ട്, പള്ളിയിൽ ഇങ്ങനെ ഇത്തിക്കാഫിരിക്കല വലിയ പുണ്യം. അങ്ങനെയല്ല. നമ്മളെ അമലിന് പോണ്, നമ്മളെ ഡ്യൂട്ടിക്ക് പോകണ നമ്മുടെ കടമയാണ്, അതിന് കൂലിണ്ട്. പക്ഷെ എന്ത് വേണം? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നല്ല നിയ്യത്ത് വേണം. അതാ നിയ്യത്തില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. ഞാൻ ഈ കഷ്ടപ്പെടുന്ന എന്തിനാണ്? റബ്ബേ, നീ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തെ യാചകരാക്കി മാറ്റാതെ അവരെ സംരക്ഷിക്കാനാണ് എന്ന ഉദ്ദേശമാണോ എൻ്റെ യാത്രകൾക്കുള്ളത്, എൻ്റെ ഡ്യൂട്ടിക്കുള്ളത്, എൻ്റെ ഓരോ ചലനങ്ങൾക്കുമുള്ളത്? അതെനിക്ക് സ്വതക്കയായി രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും മുന്തിയ സ്വതക്കയായിട്ട് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു വെച്ചോളി. ഇനി നാളെ മുതൽക്ക് ഡ്യൂട്ടിക്കാണ്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുവോളം സൽക്കർമ്മങ്ങൾ അങ്ങക്ക് രേഖപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിനെ പഠിപ്പിച്ചോളി. നല്ല ഇഖ്ലാസോടെയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ ഭാര്യ എന്നോട് ജോലിക്ക് പോകാൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്നോട് ഡ്യൂട്ടിക്ക് പോകാൻ പറയുന്നുണ്ട്, ഉമ്മാക്കിപ്പോൾ എന്താ തിരിയുക, എനിക്ക് എന്തെല്ലാം, ഞാൻ ഈ നല്ല ചെറുപ്പത്തിൽ നല്ല ഇബാദത്തെടുത്ത് പള്ളിയിൽ കൂടണ്ടേ, അങ്ങനെ ആ ചിന്ത ഉണ്ടാക്കുന്ന ആരാണ്? ശൈത്താനാണ്. അവനെ എല്ലാത്തുനിന്നും കൊണ്ട് പിന്തിരിപ്പിക്കുക. അങ്ങനെ കുറേ ആൾക്കാരെ ഫ്രീസാക്കിയിടും ചില ആൾക്കാർ. ഓന് ദഅവത്തിനും ഇറങ്ങൂല, ഓന് ഒന്നിനും ഇറങ്ങൂല. അങ്ങനെ വിചാരിക്കേണ്ടത് അങ്ങനെ കുറേ ഇൽമൊക്കെ പഠിച്ചൊരു പള്ളിൻ്റെ മൂലയിൽ ഇങ്ങനെ കുത്തിരുന്നിട്ട് ആരോടും മുണ്ടാതെ ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന ഞാനാണ് വലിയ മുത്തഖി എന്നാണ് അവൻ വിചാരിക്കുന്നത്. അത് ശരിയല്ല. ചെയ്യേണ്ട ഓരോ കർമ്മങ്ങൾക്കും ഇഖ്ലാസോടുകൂടെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അതിനൊക്കെ അതിൻ്റെ കൂലി കിട്ടും. എല്ലാം സൽക്കർമ്മങ്ങളാക്കി മാറ്റാൻ എന്ന് മാത്രമല്ല, തൊട്ടതൊക്കെ പൊന്നാക്കി മാറ്റാൻ ആർക്കേ കഴിയൂ? മോമിനിന് കഴിയുമെന്ന്. അതാ അജബൻ ലി അംരിൽ മുഅ്മിൻ എന്ന് മുത്തു മുസ്തഫ പറഞ്ഞത്. ഒരു സത്യവിശ്വാസിയുടെ കാര്യം വലിയ ആശ്ചര്യമാണ്. അവന് പ്രയാസം ഉണ്ടായാൽ ക്ഷമിച്ചുകൊണ്ട് അവനത് പുണ്യമാക്കി മാറ്റും. അവന് നല്ലത് കിട്ടിയാലോ നെകളിപ്പൊന്നുമില്ലാതെ നല്ല നന്ദിയുള്ള മനുഷ്യനായിക്കൊണ്ട് അവൻ ജീവിക്കും. കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഒരു ചെറിയ ടെൻഷനല്ലേ, അതിനു പോലും എനിക്ക് കൂലിയാണ് കിട്ടുന്നു. ഒരു പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നു. എന്താ കാരണം? നിയ്യത്ത് വളരെ ഉഷാറാണ്. അല്ലെങ്കിലോ ദുനിയാവും പോയി ആഖിറവും പോയി. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം അതാണ്. അപ്പം ഈ നിലക്ക് നമ്മൾ ആരെങ്കിലും തടയുന്നുണ്ടോ അവൻ നമ്മളെ ശത്രുവാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ. ഇനി ആക്ഷേപാർഹമായ നിലക്ക് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഫദൂഖൂ ബിമാ നസീതു. ഇത് നരകവാസികളാണല്ലോ ഈ പറയുന്നത്, നരകവാസികളോടാണല്ലോ ഈ പറയുന്നത്. അവരുടെ മറവി അത് ഏത് കോലത്തിലുള്ള മറവിയാണ്? അവർ അള്ളാഹുവിനെ ഓർക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മറന്നാണ് പോവുകയാണ്. മറന്നു പോവുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞാൽ എന്താണ്? അന്നിസ്യാനുൽ മുതഅമ്മിദ്, മനഃപൂർവ്വം മറക്കാൻ. അത് മറവിയുടെ കൂട്ടത്തിൽ പെടൂല. അത് ഈ പറഞ്ഞ മാതിരത്തെ മറവിയുടെ കൂട്ടത്തിലൊന്നും പെടൂല. മനഃപൂർവ്വമാണ് മറക്കുകയാണ്. ഹുവ ഫീ മൗളിഇ ദമ്മിൽ വൽ വഈദ്. കേട്ടോ, വളരെ വ്യക്തമായി പറയണം. ഇത് ശക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപസ്വരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കിനി വേറെ മനസ്സിലാക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആയത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് ആക്ഷേപാർഹമായി മാറുന്ന കടുത്ത ശിക്ഷക്ക് നമ്മെ വിധേയരാക്കുന്ന ആ നിലക്കുള്ള മറവികളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അത് ഈ ആയത്തിൻ്റെ വിശദീകരണമായി തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, അറിഞ്ഞ നേരനുസരിച്ച് പ്രവർത്തിക്കാൻ, കാര്യങ്ങളൊന്നും ബാധ്യതകളൊന്നും മറന്നുപോകാതെ ഉന്മേഷത്തോടുകൂടെ അമലുകളൊക്കെ ചെയ്ത് റബ്ബിനെ കണ്ടുമുട്ടാൻ തൗഫീക്ക് നൽകപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ ദുന്യാവിൻ്റെ പളപളപ്പിൽ മുങ്ങി മയങ്ങി ചെയ്യേണ്ട പലതും ചെയ്യാതെ ഒഴിവാക്കിക്കൊണ്ട് അവസാനം നരകത്തെ കാണുമ്പോൾ, നരകത്തിലെത്തുമ്പോഴും രക്ഷപ്പെടുത്തണേ ഞാൻ ചെയ്തു വന്നോളാമെന്ന് പറയുന്ന, വട്ടഹസിക്കുന്ന, വിലാപം നടത്തുന്ന നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടാതെ റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. രോഗികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. യാത്രകൾ ഉദ്ദേശിക്കുന്നവർക്ക്, അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ റബ്ബ് കൂടുതൽ ആഫിയത്തും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഇബാദത്തുകൾക്കുള്ള ഉന്മേഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പല സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമൊക്കെ അടുത്ത ദിവസങ്ങളിലായി ഹജ്ജിന് വേണ്ടി യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, പുറപ്പെട്ട് കഴിഞ്ഞവരുണ്ട്, പുണ്യഭൂമിയിൽ എത്തിയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് നൽകി സമ്പൂർണ്ണമായ അർത്ഥത്തിൽ അതൊക്കെ നിർവഹിച്ച് റബ്ബിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവി നേടി തിരിച്ചു പോരുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മളൊക്കെ നിർവഹിച്ചിട്ടുള്ള ഹജ്ജ് ഉംറകളൊക്കെ അള്ളാഹു പൂർണ്ണമായ അർത്ഥത്തിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.